അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. പഴയ ഓർമ്മകൾ വന്നതുകൊണ്ടാകാം നിങ്ങളുടെ മുഖത്ത് പെട്ടെന്ന് പുഞ്ചിരി പ്രത്യക്ഷമായത്. ചെറിയ സന്തോഷം നൽകുന്ന ഈ ദിവസം ഭാഗ്യകരവും ശ്രദ്ധയാകർഷിക്കുന്നവയുമാകും. ഈ വസ്തുതയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ മനസ്സെന്താണെന്നറിയാൻ സാധിക്കുന്നു. ഈ ദിവസം നിങ്ങൾ ഭാഗ്യവാനാണെന്ന് കരുതുക. ഏരിസ് റൊമാൻസ്. നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ഇന്ന് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഇന്നുണ്ടാകുന്ന ആകസ്മികതകളെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് സമയം പാഴാക്കുകയോ അവ ശരിയാക്കുവാനായി സമയം പാഴാക്കുകയോ ചെയ്യരുത്. സമയം എല്ലാത്തിനെയും തണുപ്പിക്കും. അതിനായി കാത്തിരിക്കുക. ഇത് ഒരു താത്കാലിക അവസ്ഥയാണ്. എന്നാൽ നിങ്ങൾ അമിതമായി നിർബന്ധ ബുദ്ധി കാണിച്ചാൽ ഒരുപക്ഷെ ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിരിക്കും. പൊതുവായി പറഞ്ഞാൽ ഇന്നത്തെ ദിനം അനുരാഗത്തിനുള്ളതല്ല. ഏരിസ് കരിയർ. ഒരു പുതിയ ഉദ്യോഗം ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള ദിനമല്ലിന്ന്. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കുക. ചുറ്റിലും ചികഞ്ഞു നോക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ തീരുമാനമെടുക്കും മുൻപേ എല്ലാ അവസരങ്ങളെക്കുറിച്ചും അവയുടെ വരുംവരായികളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഏരിസ് ഫൈനാൻസ്. ഇന്ന് നിങ്ങളുടെ വ്യാപാര കൂട്ടാളി ഒരു വിദേശയാത്ര പോകുന്നതിനാൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല ചിലവ് വരും. ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നാൽ ഈ ചിലവ് ഒഴിച്ചുകൂടാനാകാത്തതും അത്യാവശ്യവുമാണ്. പണം നല്ല രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്നും നല്ല തിരഞ്ഞെടുപ്പുകളാണ് നടത്തുന്നതെന്നും ഉറപ്പുവരുത്തുക. ഈ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനാകും. ഏരിസ് ഹെൽത്ത്. നിങ്ങൾ കുടുംബാംഗങ്ങളെയും കൂട്ടി ഒരു പൊതു ചെക്കപ്പിനായി ഡോക്ടറെ കാണുക. എല്ലാ രോഗപ്രതിരോധന ശക്തികളും ദന്ത സംരക്ഷണവും തികച്ചും നല്ല നിലയിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പ്രത്യേക അസുഖങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിലും മുൻകൂട്ടി അറിയുവാനുള്ള ഒരു ചെക്കപ്പിന് പറ്റിയ ദിനമാണ്. നിങ്ങൾ അത് ചെയ്തതിൽ തണുപ്പുകാലം വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കും. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശത്ത് വളരെ സന്തോഷകരമായ പ്രവർത്തികൾ കാണാൻ കഴിയും. സുഹൃത്തുക്കൾ ടൗണിൽ വരികയോ നിന്നെ അവിടെ ആക്കുകയോ ചെയ്യും. ഈ സമയം സാമൂഹ്യപരമായ ഇടപാടുകളിലൂടെ വളരെ സന്തോഷിക്കും. ടോറസ് റൊമാൻസ്. നിങ്ങളുടെ ബന്ധത്തിൽ അനുരാഗത്തിന്റെ കുറവ് ഇന്ന് നിങ്ങളെ മുഷിപ്പിക്കും. ഇതിൽ പുതുജീവൻ നിറയ്ക്കുവാനായി നിങ്ങൾ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യേണ്ട സമയമായിരിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെക്കുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ ഫലം വിപരീതമായിരിക്കും. ടോറസ് കരിയർ. നിങ്ങളുടെ ഔദ്യോഗിക പുരോഗതിക്കായി ഇന്ന് നിങ്ങൾ ആരെങ്കിലുമായി കൂട്ടുകൂടണം. നിങ്ങളുടെ പങ്കാളിയുടെ തിരഞ്ഞെടുപ്പ് ശരിയെങ്കിൽ നിങ്ങളുടെ ഉൽപാദനക്ഷമതയും വ്യവഹാരവും വർദ്ധിക്കുന്നതായി കാണാം. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കെങ്കിൽ ആകാവുന്നതിലും വളരെയധികം. നിങ്ങൾ ആരുമൊത്താണ് കൂട്ടുകെട്ടുന്നതെന്നും വ്യവസ്ഥകൾ എന്തൊക്കെയെന്നും വ്യക്തമായി ഉറപ്പുണ്ടാക്കുക. എന്നാൽ ഒരു പങ്കാളിയുമൊത്ത് മുന്നോട്ടു പോകുക. ടോറസ് ഫൈനാൻസ്. ഇന്ന് വിലപിടിപ്പുള്ള ഒരു വസ്തു കളഞ്ഞു പോകുവാൻ സാധ്യത കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എവിടെ വെക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അവ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. എവിടെ നിന്നെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വസ്തു എടുക്കുകയാണെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അതിന്റെ സ്ഥാനത്ത് വെക്കുമെന്ന് ഉറപ്പുവരുത്തുക. അതുവഴി അത് എവിടെയെങ്കിലും വെച്ച് മറക്കുന്നില്ലെന്നും. ടോറസ് ഹെൽത്ത്. നിങ്ങളുടെ ഊർജവും ആത്മവിശ്വാസവും ഇന്ന് വളരെ ഉയർന്ന നിലയിലാണ്. എന്തിനേയും നേരിടുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ ജിമ്മിൽ കുറച്ചു കൂടുതൽ വ്യായാമത്തിനും. നിങ്ങളിലെ ഈ ആത്മവിശ്വാസം എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നത് നിങ്ങളറിയും. എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. എല്ലാവരുടെയും ആകർഷണ കേന്ദ്രമായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ. ജെമിനി ഓവർവ്യൂ. ഇന്ന് ഉല്ലാസമാണ് നിങ്ങളുടെ ആഴ്ച. അജണ്ടയിൽ മുഖ്യമായത് അതിനായി ചില പുതിയ കളികളിലോ തമാശകളിലോ നിർമ്മിക്കുകയും കൂട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലും പ്രയോഗിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം ജോലിയിൽ അവസാനം പ്രയാസം കൂടാതെ സന്തോഷകരമായി മുന്നോട്ടു പോകാൻ സാധിക്കും. ജെമിനി റൊമാൻസ്. വിവാഹം അടുത്തു വരുന്നതിന്റെ സൂചനകൾ കാണുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിയാത്തവർ ഇന്ന് ശ്രദ്ധയോടെ ഇരിക്കുക. ആ ഭാഗ്യദിനം ഒരുപക്ഷെ ഇന്നായിരിക്കാം. വളരെ കാലമായി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്കുള്ള തിരച്ചിലായിരുന്നുവെങ്കിൽ ഇന്ന് നിശ്വസിക്കാം. ആ തിരച്ചിൽ ഇന്ന് ഫലമുണ്ടായേക്കാം. അന്തിമ തീരുമാനം ഇന്ന് തന്നെ എടുക്കുക. ഈ വിവാഹം തികച്ചും വിജയം തന്നെ ആയിരിക്കും. ജെമിനി കരിയർ. നിങ്ങളിലെ നല്ല വാർത്താവിനിമയത്തിനുള്ള കഴിവ്, വ്യക്തിത്വം, ഏതൊരു അവസ്ഥയെയും കൈകാര്യം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് എന്നിവ നിങ്ങൾക്ക് ജോലിയിൽ വലിയ പ്രതിഫലങ്ങൾ കൊണ്ടുവരും. ഇത് കൂടുതൽ ഉയരങ്ങൾ താണ്ടുവാനായി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഈ പ്രോത്സാഹനം സഹായകരമാകും. ഇന്ന് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കയ്യെത്തിപ്പിടിക്കാം. ജെമിനി ഫൈനാൻസ്.
പാരമ്പര്യ അവകാശത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കും ഇന്ന് തുടക്കം കുറിക്കരുത്. ഈ സമയം പാരമ്പര്യ അവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ നന്നല്ല. കാരണം അത്തരം ചർച്ചകൾ ഇന്ന് തുടങ്ങിവെച്ചാൽ അത് കലഹങ്ങളിലേക്കും വിഴുപ്പിലേക്കും വഴിമാറും. കുറച്ചു കാലം കൂടി ക്ഷമിക്കുക. Gemini, health. ശാരീരിക സ്വാസ്ഥ്യം ശരീരത്തിന്റെ ആവശ്യങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിൽ നിങ്ങളെടുത്ത നടപടികൾ നല്ല ഗുണം കാണിക്കുന്നത് കാണുന്നതിൽ നിങ്ങൾ ഇന്ന് വിജയിക്കും. ഇതോടൊപ്പം മാനസികവും വൈകാരികവുമായ ഉറപ്പിനായി പ്രവർത്തിക്കുക. യോഗ ഒരു ശീലമാക്കുക. അത് രക്തചംക്രമണം, ശ്വാസോച്ഛ്വാസം, ദഹന വ്യവസ്ഥിതി എന്നിവയ്ക്ക് ഗുണം ചെയ്യും. അത് ഊർജം വർദ്ധിപ്പിക്കും. ഇതെല്ലാം കൂടുതൽ ആരോഗ്യത്തിലേക്ക് നയിക്കും. Cancer, overview. നിങ്ങൾക്ക് കണ്ടെത്താനാകും, നിങ്ങൾ സ്നേഹിക്കുന്നവർ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. അങ്ങനെ അവരുടെ ചെറിയ സഹായം അല്ലെങ്കിൽ ഉപദേശം നിങ്ങളിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാക്കും. നിനക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വീട്ടുകാരോടും നിങ്ങളെ സഹായിച്ചിട്ടുള്ളവരോടും കടപ്പാട് പ്രകടമാക്കണം. Cancer, romance. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ആർക്കെങ്കിലും കൊടുക്കുവാനുള്ള സാധ്യത കാണുന്നു. എന്നിരുന്നാലും ധൈര്യപൂർവ്വം നിങ്ങളുടെ ശരിയായ വികാരങ്ങൾ തുറന്നു പറയുകയും ഈ വികാരം തന്നെയാണോ മറ്റേ വ്യക്തിക്കുള്ളതെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഈ വ്യക്തി ആദ്യത്തിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നീടൊരു ദുഃഖമുണ്ടാകുന്നതിൽ നിന്നും രക്ഷ നേടാവാനാവും. ഇത് ഉർവശി ശാപമായി കണക്കാക്കുക. Cancer, career. ഔദ്യോഗിക രംഗത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ ഒരവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതിലാണ് നല്ലതെന്ന് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഒരു ലക്ഷ്യം വെച്ച് അത് സാധ്യമാക്കുവാനായി പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യും. ഒരു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ളവർക്കും ഇന്ന് നല്ല ദിവസമായിരിക്കും. Cancer, finance. ഇന്ന് സാമ്പത്തികമായി നിങ്ങൾക്ക് അനുകൂലമായ ഒരു ആശ്ചര്യങ്ങൾക്ക് തയ്യാറായിക്കൊള്ളുക. നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു പാരമ്പര്യ സ്വത്തിന് ഇന്ന് നിങ്ങൾ അവകാശിയാകും. അത് നിങ്ങൾക്ക് വീണ് കിട്ടുന്ന ധനവുമായിരിക്കും. അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യം. ഈ അവചാരിത ധനാഗമനം ആസ്വദിക്കുക. Cancer, health. ഇന്ന് വളരെ ശ്രദ്ധിച്ച് വണ്ടിയോടിക്കുക. അപകട സാധ്യതകൾ വളരെയധികം കാണിക്കുന്ന ഒരു ദിനമാണ്. വഴിയപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകൾക്കുള്ള സാധ്യത ഇന്ന് കാണുന്നു. വണ്ടി ഓടിക്കുകയോ വഴിയോരത്തുകൂടെയോ നടക്കുകയോ ചെയ്യുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ മുൻകരുതലുകൾ എടുക്കുക. എല്ലാ ട്രാഫിക് നിയമങ്ങളും അനുസരിക്കുക. Leo, overview. ഏറ്റുമുട്ടലുകളിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ബോസുമായോ സഹപ്രവർത്തകരുമായോ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില നേരങ്ങളിൽ എത്ര ചെയ്തു എന്നതിനേക്കാൾ എത്രത്തോളം മനോഹരമാക്കി എന്നതിന് പ്രാധാന്യം അർഹിക്കുന്നു. ആയതിനാൽ ഓരോ പ്രശ്നങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം ഇടപെടുക. അങ്ങനെ ചെയ്താൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ പൂർണ്ണ സംതൃപ്തനാകും. Leo, romance. ഈയിടെയായി പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പങ്കാളികൾക്ക് ഇന്ന് അവരുടെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുന്നതായും ബന്ധത്തിലേക്ക് യോജിപ്പ് വീണ്ടും തിരിച്ചു കയറുന്നതായും തോന്നും. ഈ പ്രക്രിയ തുടരുവാനായി കഠിനാധ്വാനം ചെയ്യുക. കാരണം അല്ലാതെ അത് സംഭവിക്കുകയില്ല. ശുഭമായി ചിന്തിക്കുക. നിങ്ങളുടെ ദീർഘകാല ബന്ധം ലക്ഷ്യമിടുക. Leo, കരിയർ. നിങ്ങളുടെ ഏറെക്കാലമായുള്ള ആഗ്രഹം പൂർത്തീകരിക്കുന്ന ദിവസമാണ് ഇന്ന്. വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷാ ഫലത്തിൽ ഏറെ അസന്തുഷ്ടരായതിനാൽ ഇന്ന് അവരുടെ മനസ്സിൽ ഏറെ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് പരീക്ഷാഫലം ലഭിക്കുമ്പോഴും നിങ്ങളുടെ മികവിൽ നേട്ടമുണ്ടാകുമ്പോഴും സന്തോഷം തോന്നുകയും ചെയ്യുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷത്തോടു കൂടിയ അതിശയകരമായ ഒരു കാര്യം ലഭിച്ചേക്കും. വ്യാപാരവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവരുടെ വളരെ നാളായുള്ള ഒരു ലക്ഷ്യം ഇന്ന് നിറവേറ്റും. നിങ്ങൾ ഇതിനായി കഠിനമായി അധ്വാനിച്ചതിനാൽ നിങ്ങൾ സ്വയം പുറകിൽ തലോടുക. Leo, finance. സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നത് ഇന്നത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ രംഗത്തിൽ നിക്ഷേപിക്കുന്നത് ഇന്ന് ശ്രദ്ധിച്ചു വേണം. ഇന്നത്തെ മാർക്കറ്റിന്റെ ചാഞ്ചാട്ടം ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഭാവിയിൽ എവിടെ നിക്ഷേപിക്കണമെന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് ലഭിക്കും. ഈ സമയം കുറച്ച് അറിവ് നേടുവാൻ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. Leo, health. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജോലിസ്ഥലത്തും വീട്ടിലുമുണ്ടായ മർദ്ദത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെയും കാരണമായി ഇന്ന് നിങ്ങൾക്ക് ഉന്മേഷം കുറഞ്ഞും ചുണയില്ലാതെയും തോന്നും. ഈ മാനസിക പിരിമുറുക്കം ഇന്ന് നിങ്ങൾക്ക് ശാരീരിക ക്ഷീണം സമ്മാനിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ആവശ്യത്തിന് വിശ്രമവും വ്യായാമവും സ്വായത്തമാക്കുക. നിങ്ങളുടേതായ വഴിയിലേക്ക് തിരിച്ചു വരുവാനായാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സുഖം പ്രാപിക്കും. Virgo, overview. ഇന്ന് കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ പരിചയപ്പെടണം. നിങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഉറച്ച കാൽവപ്പോടെ മുന്നോട്ടു പോകുക. അങ്ങനെ അവരിൽ മതിപ്പുണ്ടാക്കണം. ആ പരിചയപ്പെടൽ നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊരു മേഖലയെ സഹായകമാകും.
നിനക്ക് കൈവന്നിട്ടുള്ള ആദ്യത്തെ ബിസിനസ് കാർഡുകൾ തന്നെ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ശരിയായ രീതിയിൽ നീ മുന്നോട്ടു പോകും. Virgo, romance. ഇന്നു മുഴുക്കെ നിങ്ങൾ പങ്കാളിയുമൊത്ത് ചില്ലറ വഴക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും, ഒരുപക്ഷെ എന്തിനെന്നറിയാതെ. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുവെന്ന് ഉറപ്പുവരുത്തുക, അല്ലാതെ വെറുതെ പങ്കാളിയെ ആക്രമിക്കുന്നതിലല്ല. പങ്കാളിയെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ആരോഗ്യസമ്പുഷ്ടമായ ഈ ബന്ധത്തിൽ അതൃപ്തിയുടെ വിത്തുകൾ പാകുകയായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുന്നതിനായി ഭാഷയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം ഉപയോഗിക്കുക. Virgo, കരിയർ. നിങ്ങളുടെ വ്യാപാരം ബാഹിക സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കിന്ന് നല്ല ദിവസമായിരിക്കും. നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിന്റെ ഉന്നതിക്കായി ഇന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇന്ന് നിങ്ങളെ തേടി അനേകം ഉപഭോക്താക്കളെത്തും. ഈ നല്ല സമയം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക. Virgo, finance. അടുത്തയിടെയായി നിലത്തിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവിന്റെ ഇടപാടിൽ നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ ഇന്ന് അവയ്ക്ക് പ്രതിവിധി ഉണ്ടാകും. നിങ്ങളുടെ പ്രയത്നം ഫലം കണ്ടിരിക്കുന്നു. നിങ്ങൾ കൈവശമുള്ള ഈ വ്യാപാരാവസരവുമായി മുന്നോട്ടു പോകുക. ഈ പുരോഗതിയെ മുതലെടുക്കുക. Virgo, health. നിങ്ങളെ അടുത്ത കാലത്തായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ അസുഖത്തിനാവശ്യമായ ഉപദേശം ലഭിക്കുവാനായി നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടേക്കാം. ഇത് ഒരു നല്ല തീരുമാനമാണ്. കാരണം ഒരുപക്ഷെ ഇന്ന് ചെറുതെന്ന് തോന്നിക്കുന്ന അറിയപ്പെടാത്ത അസുഖം ശരിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ നാളെ വലുതായി ഒരു ശല്യമാകാം. നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനം ഉപദേശിച്ചത് ചെയ്യുക. ഒരു യോഗ്യത നേടിയ വിദഗ്ധനെ സന്ദർശിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. Libra, overview. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും വിദേശത്ത് താമസക്കാരായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നേക്കാം. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകാനും സാധിക്കും. Libra, romance. നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് ഇന്നത്തെ ദിനം വിജയമായിരിക്കും. അങ്ങനെ സ്നേഹത്തിനെ നിങ്ങളുടെ ബന്ധത്തിന്റെ നട്ടെല്ലാക്കി വളർത്തുവാനുള്ള നിങ്ങളുടെ പ്രയത്നവും സാഫല്യമാകും. എന്നിരുന്നാലും ഈ ശുഭാവസ്ഥ നിലനിർത്തുവാനും വിജയിപ്പിക്കുവാനും ഇരുകൂട്ടരുടെയും സംയുക്ത പ്രവർത്തനങ്ങൾ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ട പിന്തുണ നൽകുവാനും എന്ത് ചർച്ചകളാണെങ്കിലും തുറന്ന മനസ്സോടെ ചെയ്യുവാനും മറക്കരുത്. Libra, കരിയർ. നിങ്ങൾ ബുദ്ധിപരമായി എന്തെങ്കിലും ചെയ്യണമെന്ന് തീവ്രമായോ സൃഷ്ടിപരമായോ പുതുതായി സൃഷ്ടിക്കുന്ന രീതിയിലോ വില നിൽക്കത്തക്ക രീതിയിൽ സാമർത്ഥ്യത്താലോ അഭിലഷിക്കുകയാണെങ്കിൽ ധാരാളം സമയമുണ്ട്. അത്തരത്തിൽ ഒരു ദിവസമാണ് ഇന്ന്. ഇത്തരത്തിലൊരു വ്യഗ്രത നിങ്ങളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ മുന്നോട്ടു പോവുകയും അതിനൊരു അവസരം നൽകുകയും ചെയ്യുക. നിങ്ങൾക്ക് അത് അറിയുക ഇല്ലായിരിക്കാം, എന്നാൽ നിങ്ങളുടെ ജന്മവാസനകൾ നിങ്ങളുടെ ചിന്തയേക്കാൾ നന്നായിരിക്കും. Libra, finance. പുതിയ പല പദ്ധതികളും ഇന്ന് നിങ്ങളെ തേടിയെത്തും. അവ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം നൽകുകയും ചെയ്യും. ജോലി കൂടുതൽ ഉണ്ടാകുമെങ്കിലും ഈ അവസരം കൈവിടരുത്. അധിക സാമ്പത്തിക ലാഭത്തിന്റെ ഈ കാലഘട്ടം എന്നേക്കുമായി നിലനിൽക്കണമെന്നില്ല. വരാനിരിക്കുന്ന കഷ്ടകാലത്തിലേക്കായി ഇതിൽ നിന്നും കുറച്ചു പണം മാറ്റിവെക്കുക. Libra, health. ഈയിടെയായി ദഹന സംബന്ധിയായ അസുഖങ്ങളാൽ നിങ്ങൾ പരവശനായിരുന്നതിനാൽ ഭക്ഷണ രീതിയിലുള്ള നല്ല ശീലങ്ങൾ വളർത്തുന്നത് നിങ്ങളുടെ നല്ല ആരോഗ്യമെന്നുള്ള ലക്ഷ്യപ്രാപ്തിക്ക് അടുത്തെത്തിക്കും. നിങ്ങൾക്ക് സ്വാസ്ഥ്യവും തോന്നും. നല്ല ആരോഗ്യം, വ്യായാമം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണിത്. ഈ നല്ല സമയം ശരിക്കും ഉപയോഗിക്കുക. നല്ല സ്വാസ്ഥ്യത്തിന്റെ ഈ സമയം ആസ്വദിക്കുക. വ്യായാമം ചെയ്യുന്നത് തുടരുക. ജീവിതം നൽകുന്ന നല്ലതെല്ലാം ആസ്വദിക്കുക. Scorpio, overview. ഒരു പുതിയ വ്യാപാരം അല്ലെങ്കിൽ പുതിയ പദ്ധതി തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഇന്ന് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല കാര്യം അതിനെക്കുറിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ ഈ കൂട്ടുകെട്ട് നിങ്ങളുടെ പദ്ധതിക്ക് ഒരു തുടക്കം കുറിക്കുവാൻ സാധിക്കും. Scorpio, romance. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒന്നുകൂടി നോക്കുക. നിങ്ങൾക്കതിൽ തുടരുവാൻ മാത്രമുള്ള ആരോഗ്യത്തോടെ ആണോ എന്നറിയുക. ഏതു പങ്കാളിയെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് നല്ലവണ്ണം ആലോചിക്കുക. കാരണം മുമ്പിലത്തെ അനുഭവങ്ങളെപ്പോലെ ഇനിയും തെറ്റായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തരുത്. നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യമായ സന്തോഷം മനസ്സിൽ കരുതിയാൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പും ശരിയാകും. തുടക്കത്തിൽ ആവേശകരമെന്ന് തോന്നുന്ന വ്യക്തികളെ ഒഴിവാക്കുക. കാരണം പിന്നീട് അവർ നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെന്ന് വരാം. Scorpio, കരിയർ. പൊതുജീവിതത്തിലെ എല്ലാ വിഭാഗത്തിലും നന്നായി ശോഭിക്കുന്നവരിൽ ഒരാളാണ് നിങ്ങൾ. ഇത് ഒരു അധ്യാപകനായോ NGOയെ സഹായിക്കുന്ന ഒരാളായോ അല്ലെങ്കിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയായോ ആണെങ്കിൽ
നിങ്ങളിൽ ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയും. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുക. Scorpio, finance. പുറംപൂച്ച്, അതാണ് ഇന്നത്തെ ദിനം. നിങ്ങൾക്കിന്ന് എല്ലാറ്റിനും പണം ചിലവാക്കണം. വസ്ത്രം, ജുവലറി, വലിയ റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്കെല്ലാം. ഇതാകട്ടെ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതശൈലി കാണിക്കുവാനുതകുന്നതും. കുറച്ചൊക്കെ തമാശകൾ നല്ലതാണ്, തരക്കേടുമില്ല. എന്നാൽ പണസഞ്ചി അമിതമായി തുറന്നു വെക്കരുത്. വെറും ഇച്ഛ കൊണ്ടുള്ള ചിലവുകളും നിങ്ങളുടെ ബജറ്റും തമ്മിലുള്ള ആ സന്തുലിതാവസ്ഥ നിലനിർത്തുക. Scorpio, health. ആഹാരകാര്യത്തിൽ ഈയിടെയായി നിങ്ങൾ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യകരമായ ദിനമായിരിക്കും. വ്യായാമം ചെയ്യുവാൻ മറക്കരുത്. ശാരീരിക ഭാരം, ആരോഗ്യം എന്നിവയ്ക്കായി നിങ്ങൾ നിങ്ങൾക്കായി തീരുമാനിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലെത്തുവാൻ ഒരു സമീകൃത ജീവിതക്രമം ആവശ്യമാണല്ലോ. കുറച്ചു മടി എന്ന നിങ്ങളുടെ സ്വഭാവം മാറ്റിവെക്കുക. Sagittarius, overview. നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കുക. അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളം ഉണ്ടാവും. പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. Sagittarius, romance. ഇന്ന് അനുരാഗ ബന്ധത്തിലുണ്ടാകുന്ന ചില ചില്ലറ പ്രശ്നങ്ങൾ നിങ്ങൾ തണുപ്പിച്ചു നിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പങ്കാളിയുമായി അനാവശ്യമായി വാഗ്വാദത്തിലേർപ്പെടും. നിങ്ങൾ ഈയിടെയായി ചില ചില്ലറ വാഗ്വാദങ്ങളിലും വഴക്കുകളിലും ഏർപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ചെറിയ സമ്മാനം നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും പരസ്പര ധാരണ കൊണ്ടുവരും. Sagittarius, career. അധികാരസ്ഥാനം നേടാൻ മത്സരിക്കുന്നതിന് നല്ല സമയമാണിത്. ഒരു കല്ലും തിരിച്ചു വെക്കരുത്. നിങ്ങൾ എന്താകാൻ ഉദ്ദേശിക്കുന്നുവോ അതിനു വേണ്ടത് ചെയ്യുക. അവസാനം വരെയും സ്ഥിരോത്സാഹത്തോടും നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കാനുള്ള അഭ്യാസമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായി വേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിലാണ് നിങ്ങളെങ്കിൽ ഈ ദിവസമാണ് തന്റെടത്തോടെ ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കരാർ വെക്കേണ്ട ദിവസം. ഇന്ന് തന്നെ ഇതിന് മുൻകൈയെടുക്കുക. Sagittarius, finance. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള ഒരു വസ്തു കാണാതെ പോയി അല്ലെങ്കിൽ കേടുവന്നു എന്നറിയുമ്പോൾ നിരാശപ്പെടരുത്. ഇത് വളരെ വിലപിടിപ്പുള്ള ഒന്നാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനോവികാരവുമായി വളരെ ബന്ധപ്പെട്ടതായിരിക്കാം. എന്തായാലും അതിന്റെ നഷ്ടം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നു. ഭൗതിക വസ്തുക്കളെക്കാൾ ഉപരിയായി നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നറിയുവാനായി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ കുറച്ചു സമയം ചിലവഴിക്കുക. Sagittarius, health. സാങ്കല്പികമായ ഭയം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് തടയാകുവാൻ അനുവദിക്കരുത്. അത് അനാവശ്യമാണെന്നും യുക്തിഹീനമാണെന്നും അമിതമായി ആലോചിക്കുന്നതുകൊണ്ടാണെന്നും മനസ്സിലാക്കുക. സ്ഥിരമായ വേവലാതികൾ ആരോഗ്യത്തിന് ഹാനികരമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ശാരീരിക അവസ്ഥയിലാണെന്നും നല്ല ഭക്ഷണം കഴിക്കുന്നുവെന്നും വ്യായാമം ദിനചര്യയാണെന്നും അത് നിങ്ങളുടെ സ്വാസ്ഥ്യം നിലനിർത്തുന്നുവെന്നും നിങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. Capricorn, overview. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കിയേക്കാം ഈ ആഴ്ച അവസാനം ബന്ധുക്കളെയും കൂട്ടുകാരെയും സന്ദർശിച്ച് പഴയകാലം ഓർമ്മിപ്പിക്കാമെന്ന്. പ്രതിഫലനവും ആത്മപരിശോധനയും ചെയ്തിരിക്കാം. കൂടാതെ ഇന്ന് നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നും ധാരാളം ഉൾപ്രേരണകളും സമാധാനവും ലഭിക്കും. Capricorn, romance. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരോടെങ്കിലും വിവാഹാഭ്യർത്ഥന നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഒന്ന് ക്ഷമിക്കുക. ഈ വ്യക്തി നിങ്ങളുടെ ഒരു സുഹൃത്തോ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോ ആണെങ്കിൽ അവരുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധം നിങ്ങൾക്കില്ലെങ്കിൽ ഈ തീരുമാനം നിങ്ങൾ പുനഃപരിശോധിക്കുന്നതും നന്നായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ എടുത്തു ചാടുകയായിരിക്കും. Capricorn, career. എയർലൈൻസിൽ ചേരുവാൻ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കും. ഈ രംഗത്തെ ജോലി സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾ അതിൽ മതിമറന്നു പോകും. എന്നാൽ അതിലേക്ക് എടുത്തു ചാടരുത്. ഇതുതന്നെയാണ് നിങ്ങൾക്ക് അനുയോജ്യമായ ജോലിയെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. Capricorn, finance. നിങ്ങൾക്ക് ദീർഘകാലമായി കിട്ടാനുണ്ടായിരുന്ന പണം ഇന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ കയ്യിൽ ധാരാളം പണം എളുപ്പം വന്നു ചേരുകയും ചെയ്യും. ഇത് ഒരു ആശ്വാസമാകും. കാരണം നിങ്ങൾ നിങ്ങളുടെ ബജറ്റിലെ കുറച്ച് മാർദ്ദവത്വം ആഗ്രഹിക്കുകയായിരുന്നു. ഈ പണം വെറുതെ ചിലവാക്കാതിരിക്കുക. നേരെ ബാങ്കിൽ നിക്ഷേപിച്ച് മറന്നു കളയുക. ഇന്ന് യാഥാസ്ഥികനാകാനുള്ള ദിനമാണ്. Capricorn, health. നിങ്ങൾ പ്രായമേറിയ വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ സന്ധികൾ ചില പ്രശ്നങ്ങൾ തരുന്നതായി നിങ്ങൾക്ക് തോന്നും. കാര്യമാക്കേണ്ട. വിശ്രമിക്കുവാൻ ശ്രമിക്കുക. ഈ വേദനകളും മറ്റും മാറിപ്പോകും. നിങ്ങൾ വീണ്ടും പഴയപടിയാകും. അല്ല, നിങ്ങൾ നിങ്ങളുടെ സന്ധികൾക്ക് അമിതമായി ജോലി നൽകുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷകരമല്ലാത്ത ഒന്നിനെ സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുക. Aquarius, overview. സ്നേഹിതരോടൊപ്പമുള്ള യാത്രയ്ക്ക് ഇന്ന് നല്ല ദിവസമാണ്. ആനന്ദകരമായ യാത്രകൾ വിഭാവനം ചെയ്യും. Aquarius,
റൊമാൻസ്. അനുരാഗ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സം ഇന്ന് നീങ്ങിക്കിട്ടും. ഇത് നിങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും നൽകും. നിങ്ങളുടെ ബന്ധത്തെ അർത്ഥപൂർണമാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു വ്യക്തിയെ തിരയുകയായിരുന്നു നിങ്ങളെങ്കിൽ, അല്ല, ഒരു വ്യക്തിയുടെ മേൽ നിങ്ങൾക്ക് കണ്ണുണ്ടായിരുന്നു. അവരോട് നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഇന്നാണ് അതിനു പറ്റിയ ദിനം. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ ഇന്ന് സഫലീകരിക്കും. അക്വേറിയസ്. കരിയർ. ഈയിടെയായി നിങ്ങൾക്ക് തൊഴിലില്ലായിരുന്നുവെങ്കിൽ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഒരു നീക്കമുണ്ടാകുവാനായി പരിശ്രമിക്കുകയായിരുന്നു. വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. ജോലിയുടെ പാതയിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിടത്തായിരിക്കാം അത്. അക്വേറിയസ്. ഫൈനാൻസ്. ഒരു പുതിയ സംരംഭം തുടങ്ങുവാൻ ഇന്ന് നല്ല ദിനമാണ്. എന്നാൽ ഇന്ന് തുടങ്ങുന്ന സംരംഭങ്ങൾ ലാഭമുണ്ടാക്കുന്നത് വളരെ മെല്ലെയായിരിക്കും. വിജയത്തിലേക്കുള്ള നിങ്ങളുടെ വഴി സ്ഥിരവും ശരിയായ ദിശയിലുമായിരിക്കും. എന്നാൽ വേഗത കുറവായിരിക്കും. നിങ്ങളുടെ വ്യാപാരത്തിന്റെ വളർച്ചയ്ക്കായി സമയവും പ്രയത്നവും നിക്ഷേപിക്കുവാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ഇന്ന് തുടക്കത്തിന് നല്ല ദിനമാണെന്ന് കരുതുന്നു. അക്വേറിയസ്. ഹെൽത്ത്. ദഹന സംബന്ധിയായ അസുഖമുള്ളവർക്ക് ഇതിന് ശമനമുണ്ടാകും. നിങ്ങളുടെ അസുഖത്തിന് ഒരു പ്രതിവിധി ലഭിക്കും. എന്നിരുന്നാലും അത് ആവർത്തിക്കാതിരിക്കാൻ ഭക്ഷണകാര്യത്തിലുള്ള നിയന്ത്രണം നിങ്ങൾ പാലിക്കണം. ഈ അവസരത്തിൽ നിങ്ങൾ കൂടുതൽ എരിവുള്ള അല്ലെങ്കിൽ എണ്ണമയമുള്ള അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണം ഒഴിവാക്കണം. ധാരാളം വൃത്തിയുള്ള നല്ല പാനീയങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിച്ചുകൂട്ടാം. സ്പൈസസ്. ഓവർവ്യൂ. വിദ്യാഭ്യാസത്തിലെ പുരോഗതി ഇന്ന് വെളിവാകും. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് പുതിയ സ്ഥലത്തേക്ക് പുതിയ രീതിയിൽ പഠനത്തിനുള്ള അവസരം ലഭിച്ചെങ്കിൽ കൂടി പുരോഗതി മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ വിദ്യാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ മൂല്യമുള്ള അറിവ് ലഭിക്കുകയും അത് നിങ്ങളുടെ പല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുകയും സഹായിക്കും. സ്പൈസസ്. റൊമാൻസ്. ജീവിതത്തിലെ സ്നേഹത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് കരുതലോടെ ഇരിക്കുക. കാരണം വാഗ്വാദങ്ങൾക്കും ചെറിയ വഴക്കുകൾക്കും ഇന്ന് സാധ്യത കാണുന്നു. നിങ്ങൾ പറയുന്നതെന്തെന്ന് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ പങ്കാളിയുടെ മൂഡ് ശ്രദ്ധിക്കുകയും ചെയ്താൽ ഇന്ന് ഇതധികവും ഒഴിവാക്കാനാകും. കാര്യങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വഷളാക്കരുത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും സൗമ്യവും ശ്രദ്ധയും ഉണ്ടാകുക. എങ്കിൽ വലിയ പരിക്കുകളില്ലാതെ ഇന്നത്തെ ദിനം കടന്നുപോകും. സ്പൈസസ്. കരിയർ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി നിങ്ങളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടത് ചെയ്യണം. നിങ്ങൾക്ക് ചൂഷണം ചെയ്യപ്പെടാതെ കിടക്കുന്ന നിരവധി നിപുണതകളുണ്ട്. അവ നിങ്ങളുടെ തൊഴിൽ മേഖലയെ പോഷിപ്പിക്കുന്ന ഫലം നൽകും. നിങ്ങളുടെ സർഗശക്തി തന്നെ വിവിധ ഭാവങ്ങളിൽ ഉള്ളതിനാൽ അവ വെളിപ്പെടുത്തുന്നതിൽ ഭയപ്പെടരുത്. ദീർഘകാലത്തേക്കുള്ള ആദായത്തിന് നിങ്ങളുടെ കലാപരമായ നിപുണത വളർത്തിയെടുക്കുക. സ്പൈസസ്. ഫൈനാൻസ്. സാമ്പത്തിക രംഗത്തെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും പുറത്തു കടക്കുവാനായി നിങ്ങൾ നിങ്ങളുടെ സമയത്തിന്റെ നല്ലൊരു ഭാഗം പ്ലാനിങ്ങിനും തീരുമാനങ്ങൾ എടുക്കുവാനുമായി ചിലവഴിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഔദ്യോഗിക വൈദഗ്ധ്യവും മനസ്സുറപ്പും വഴി ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കും. ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും നല്ലതായിരിക്കണമെന്നില്ല. ഇടയ്ക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളും വന്നുചേരും. മനസ്ഥൈര്യം കൈവിടാതെ ഇവയെ നേരിടുക. നിങ്ങൾക്കാവുന്ന വിധത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. സ്പൈസസ്. ഹെൽത്ത്. ജോലി സംബന്ധമായ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങളെ അലട്ടും. അത് നിങ്ങളുടെ മനസ്സിന്റെ പിരിമുറുക്കം കൂട്ടും. അന്തർപ്രേരണ കുറയ്ക്കും. മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും മാംസപേശികളിലെ വലിവിനെ കുറവ് വരുത്തുവാനുമായി മാർഗദർശനത്തോടെ യോഗാഭ്യാസം അല്ലെങ്കിൽ ധ്യാനം എന്നിവ ചെയ്യുക. നിങ്ങളുടെ ഊർജ്ജ നിലവാരം വർദ്ധിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറയുന്നതും നിങ്ങൾ അറിയും.